തെളിവുകൾ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ കേസിനെ വഴിതിരിച്ചു വിടാനോ ഈ പറഞ്ഞ പുഴുക്കുത്തുകളിൽപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള സാധ്യത ഞാൻ മുൻകൂട്ടി കാണുകയാണ്. ആ മുൻകൂട്ടി കാണലിന്റെ അടിസ്ഥാനത്തിലാണ് ചില കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. കാരണം ചില തെളിവുകൾ, എൻ്റെ ചില കണക്കൂട്ടലുകൾ, എനിക്ക് കിട്ടിയ ചില അറിവുകൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പി വി അൻവർ ഇതൊക്കെ പറഞ്ഞത് എന്ന ഒരു സന്ദേഹം കേരളത്തിലെ ജനങ്ങൾക്കും നിങ്ങൾക്കും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും. അതിൽ ഞാൻ പ്രധാനമായും പറഞ്ഞിരുന്ന ഒരു വിഷയം, ഏകദേശം 1 വർഷം മുമ്പ് എടവണ്ണയിൽ, എൻ്റെ നാട്ടിൽ, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് 2 കിലോമീറ്റർ അപ്പുറത്ത് എൻ്റെ പഞ്ചായത്തിൽ നടന്ന റിദാൻ ബാസിൽ കൊലപാതകമാണ്. റിദാൻ ബാസിൽ വെടിയേറ്റാണ് മരിച്ചത് എന്നാണ് പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതങ്ങനെ തന്നെ ആയിരിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരുപാട് ദുരൂഹമായ ചർച്ചകൾ ആ കേസിന്റെ ആ സമയത്ത് തന്നെ എടവണ്ണയിലും എൻ്റെ വീട്ടിന്റെ പരിസരങ്ങളിലും ആ നാട്ടിലെ ജനങ്ങളിലും അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരിലും കേസന്വേഷണവുമായി ബന്ധപ്പെട്ട അതിനുശേഷം ഞാൻ കണ്ടുമുട്ടിയ ചില പോലീസ് ഓഫീസർമാരിലൊക്കെ ചെറിയ ചെറിയ ദുരൂഹതകൾ ഇതിലുണ്ടായിരുന്നു. സ്വാഭാവികമായും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള എസ് പി ആണ് മലപ്പുറത്തെന്നും ആ എസ് പിയെ ഇവിടെ വാഴാൻ അനുവദിക്കുന്നത് ADGP അജിത് കുമാർ ആണെന്നുമുള്ള ബോധ്യത്തിൽ കഴിഞ്ഞ 5-6 മാസമായിട്ട് ഇതിന്റെയൊക്കെ പിന്നിൽ ഞാനുണ്ടായിരുന്നു. അതിലിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്, ഞാൻ ഈ മരിച്ച റിദാൻ ഫാസിലിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള അവന്റെ റിദാനിന്റെ അനിയൻ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട അവന് ഫാദറില്ല, എളാപ്പയാണ് കാര്യങ്ങൾ നോക്കുന്നത്. എളാപ്പ, അദ്ദേഹത്തിന്റെ അനിയൻ, ആ കുടുംബം, അവരുടെ ഉമ്മ, ഇവരുമായി വിശദമായി കാര്യങ്ങൾ 2-3-4 തവണയായി സംസാരിച്ചു. അപ്പോ ആ കേസിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് അവർ പറയുന്നത്, ഈ കഴിഞ്ഞ പെരുന്നാളിന്റെ തലേ ദിവസം രാത്രി ഏകദേശം 8 മണിയോട് കൂടിയിട്ട് മരിച്ച റിദാൻ ഫാസിലിന്റെ സുഹൃത്തായ ഷാൻ അവിടെ വരികയും അത് ഷാൻ ഇങ്ങോട്ട് വിളിച്ചതാണ് എന്നും അല്ല റിദാൻ ഫാസിൽ അങ്ങോട്ട് ഫോണിൽ വിളിച്ചതാണ് എന്നുള്ളൊക്കെ കൺഫ്യൂഷൻ നിൽക്കണം. അതൊക്കെ ചെറിയ ചെറിയ കൺഫ്യൂഷനുകളാണ്. അവിടെ വരുന്നു, റിദാൻ ഫാസിൽ ഭാര്യയോട് പറയുന്നു, ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ്, ഒരു 10-10:30 മണിക്ക് തിരിച്ചെത്തൂ. അപ്പോൾ വൈഫ് പറഞ്ഞു, പെരുന്നാളിന്റെ തലേ ദിവസമാണ്, നിങ്ങൾ പെട്ടെന്ന് വരാൻ നോക്കണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഈ കൊന്നു എന്ന് പറയപ്പെടുന്ന ഷാൻ ഒരു സ്കൂട്ടറുമായി അവിടെ വരുന്നു. 8 മണിക്ക് അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, അവർ പോകുന്നു. അതിനുശേഷം ആ കുട്ടി പറഞ്ഞ മൊഴി, ഞാൻ പറയുന്നതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ ഓർമ്മ പശകൾ ഉണ്ടാവും, എന്നാലും കാതലായ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ 8 മണിയോടുകൂടി ഇവരവിടുന്ന് 2 പേരും പോകുന്നു. ഇറങ്ങുമ്പോൾ ഭർത്താവ് പറയുന്നു, ഞാനൊരു 10:30 മണിയാകും. ഭാര്യ പറയുന്നു, നിങ്ങൾ പെരുന്നാൾ തലേന്നാണ്, നിങ്ങൾ പെട്ടെന്ന് വരാൻ നോക്കണം. അങ്ങനെ പോയി. 10:30 മണി കഴിഞ്ഞിട്ടും അതല്ല, അതിൻ്റെ ഇടയിൽ ഒരു 9 മണിയോട് കൂടിയിട്ടാണെന്ന് തോന്നുന്നു റിദാൻ ഫാസിൽ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ഫോണിൽ ചാർജ് കുറവാണ്, ചിലപ്പോൾ ഫോൺ ഓഫായി പോകും എന്ന്. ഒരു ഫോൺ സന്ദേശമോ ഫോൺ ഡയറക്റ്റായി വിളിച്ചുകൊണ്ടോ മെസ്സേജ് പറഞ്ഞുകൊണ്ടോ ഈ കുട്ടി അത് ധരിപ്പിക്കുകയാണ്. അങ്ങനെ 11 മണിയായിട്ടും കണ്ടില്ല. 10:30 എത്താം എന്ന് പറഞ്ഞതാണ്. സ്വാഭാവികമായിട്ട് ആ പറഞ്ഞ കൃത്യസമയത്ത് അങ്ങനെ വരുന്ന ആളുകളോ അതിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവുന്ന നമ്മളൊക്കെ പോലെയുള്ള. അപ്പോൾ 11 മണി വരെയും ഈ കുട്ടി വെയിറ്റ് ചെയ്തു. 11:30 ആയി. 11:30 ആയിട്ടും കാണാതായപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ബന്ധുക്കളെ ആരൊക്കെയോ അവർ വിളിച്ചന്വേഷിച്ചു. അവരുടെ അടുത്തേക്കൊന്നും റിദാൻ എത്തിയിട്ടില്ല. പിന്നെ ഈ കുട്ടി അവരുടെ കുടുംബ സുഹൃത്തു കൂടിയായ ഈ റിദാൻ ഫാസിൽ ഷാനിനെ ഫോണിൽ വിളിക്കുകയാണ്.
ഷാനിൻ്റെ ഫോണിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഇതുവരെ എത്തിയില്ല. നീനു എന്നാണ് വൈഫ് അവരെ വിളിക്കുന്നത്. ഇവരൊക്കെ നീനു എന്നാണ് വിളിക്കുന്നത്. നീനു ഇതുവരെ എത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൊന്നു എന്ന് പറയപ്പെടുന്ന ഷാൻ പറഞ്ഞു, ഞങ്ങൾ 8:30 9 മണിയോടുകൂടി പിരിഞ്ഞതാണ്. ഞാൻ അവരെ വീടിൻ്റെ തൊട്ടടുത്ത് ഈ പറയുന്ന ഇവൻ മരിച്ചു എന്ന് പറയുന്ന മരണപ്പെട്ട് കിടന്ന സ്ഥലത്തിൻ്റെ താഴെ ഭാഗത്തിനടുത്തായി ഞങ്ങൾ കീഴ്ശ്ശേരി വരെ പോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ കുട്ടീൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇവനെ വിളിച്ചു, ഷാനിനെ വിളിച്ചപ്പോൾ ഷാന് പറഞ്ഞു, ഞങ്ങൾ യാത്ര പോയിട്ടില്ല, ഒരു 8:30 ഞാൻ മടങ്ങിയിട്ടുണ്ട്. ഈ ചെമ്പക്കത്ത് അറബി കോളേജിൻ്റെ തൊട്ടുപുറത്തുള്ള ഈ കുന്നിൻ്റെ ഈ സൈഡിൽ അവിടെ ഇറങ്ങി അവനൊരു ഫോൺ വന്നു. അവനെ കാണാൻ 2 ഫ്രണ്ട്സ് വരാനുണ്ട്, അതുകൊണ്ട് അവരെ കാത്തു നിൽക്കുകയാണ്, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു എന്നാണ്. അത് ആ 8:30 ശേഷം ഈ പറയുന്ന ഷാൻ റിദാനെ അവിടെ നിർത്തി അവിടുന്ന് പോയി എന്ന രീതിയിലാണ് ഈ കുട്ടിയോട് ഷാൻ മറുപടി പറയുന്നത്. അങ്ങനെയായി ഇവർ പലരെയും വിളിച്ചു നോക്കി, വീണ്ടും വിവരങ്ങളില്ല. അങ്ങനെ രാത്രി 1 മണിയോട് കൂടിയിട്ട് വീണ്ടും ഈ ഷാനിനെ മരിച്ച റിദാൻ ഫാസിലിൻ്റെ ഭാര്യ വിളിക്കുകയാണ്. അപ്പം റിദാൻ ഫാസിൽ അവിടെ വീട്ടിലുണ്ട്. ഫോൺ അറ്റൻഡ് ചെയ്തു. വീണ്ടും ഈ കാര്യങ്ങൾ അന്വേഷിച്ചു. ഏതായാലും നേരം വിളിക്കട്ടെ, നമുക്ക് നോക്കാം, കുറച്ച് വൈകിയാലും പെരുന്നാൾ തലേന്നല്ലേ, ഫ്രണ്ട്സിൻ്റെ കൂടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് അവിടെ സമാധാനിപ്പിച്ചെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു 4 മണിയോട് കൂടിയിട്ട് 4 മണിയായിട്ടും കാണാഞ്ഞിട്ട് വീണ്ടും ഇവർ വിളിച്ചു എന്ന് പറയുന്നു, ഈ ഭാര്യ. അപ്പോൾ റിദാൻ ഫാസിലിൻ്റെ ഷാൻ്റെ ഫോണ് റിങ് ആയിട്ട് അവരെടുത്തില്ല. അങ്ങനെ ഷാൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ വിളിച്ചു. അവർ റിദാൻ ഫാസിലിന് ഷാനിന് ഫോൺ കൊടുത്തു. അപ്പോഴും എത്തിയില്ല എന്ന് വിവരം പറഞ്ഞു. ഏതായാലും നേരം വിളിക്കട്ടെ, പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. രാവിലെ നേരം വെളുത്തപ്പോൾ പള്ളി കഴിഞ്ഞ ഉടനെ ഈ കൊന്നു എന്ന് പറയുന്ന ഷാനും അവൻ്റെ ഭാര്യയും കുട്ടിയും റിദാൻ ഫാസിലിൻ്റെ വീട്ടിൽ വരുന്നു. ഇവർ തമ്മിൽ എവിടെ പോയിട്ടുണ്ടാകുമെന്ന് ചർച്ച നടക്കുന്നു. അപ്പോൾ ഷാന് ഞാനേതായാലും വൈഫിനെയും കുട്ടീനെയും പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് വരാം, എന്നിട്ട് നമുക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് പോവാണ്. ഇവനെക്കുറിച്ചൊരു വിവരമില്ല. പോകുന്ന സമയത്ത് ഈ ഷാൻ റിദാൻ ഫാസിലിൻ്റെ അനിയനോട് പറഞ്ഞു, ഏതായാലും നീ ആ കുന്നിലൊന്ന് പോയി നോക്ക്, ആ ഭാഗത്താണ് ഞങ്ങളുണ്ടായിരുന്നത്. അങ്ങനെ ഷാൻ വീട്ടിലേക്ക് ഭാര്യയും കുട്ടിയും കൂട്ടി സ്കൂട്ടറിൽ പോകുന്നു. വീട്ടിലെത്തുമ്പോഴേക്കും റിദാൻ ഫാസിലിൻ്റെ അനിയൻ ഈ പറഞ്ഞ കുന്നിൽ ചെന്നപ്പോൾ റിദാൻ ഫാസിൽ അവിടെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്, അനക്കമില്ലാതെ കിടക്കുക. അങ്ങനെ ഫോൺ ചെയ്യുന്ന ആളുകൾ ഓടിക്കൂടുന്നു. അപ്പോഴേക്കും ഭാര്യയെയും മകനെയും അവിടെ ഇറക്കിയിട്ട് ഈ പറയുന്ന ഷാനും തിരിച്ച് ഈ സ്പോട്ടിലേക്ക് എത്തുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഭാഗം. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഈ കുട്ടിക്കറിയില്ല. അങ്ങനെ ബോഡി കൊണ്ടുപോകുന്നു പോലീസ്, പോസ്റ്റ്മോർട്ടം നടത്തുന്നു. വെടിയേറ്റാണ് മരിച്ചതെന്ന് പറയുന്നു, തലക്ക് മുറിവുണ്ടെന്ന് പറയുന്നു. രാത്രി 9:30 മണിയോടുകൂടി മയ്യത്ത് മറവ് ചെയ്യുന്നു. രാത്രി തന്നെ പോലീസ് വന്ന് ചോദിക്കുന്നു, ലാസ്റ്റിൽ എപ്പോഴാണ് ബന്ധപ്പെട്ടത്, എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാര്യങ്ങൾ ചോദിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ആ കുട്ടി പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ പോലീസ് വീണ്ടും വീട്ടിൽ വരുന്നു, കുറച്ചും കൂടി കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുന്നു. പിറ്റേ ദിവസം ഈ മരിച്ച റിദാൻ ഫാസിലിൻ്റെ ഭാര്യയോട് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ എത്താൻ വേണ്ടി പറയാം. അങ്ങനെ കുടുംബം അവരവിടെ കൊണ്ടു ചെല്ലുന്നു. ആദ്യത്തെ ദിവസം ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് റെക്കോർഡ് ചെയ്തു. ഒരു 3-4 മണിക്കൂർ അവിടെ ഇരുത്തി ഇവരുടെ സംശയങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. റിദാൻ ഫാസിലിൻ്റെ ഫാമിലി ചരിത്രം, അവൻ്റെ ലൈഫ് സ്റ്റൈൽ സ്വാഭാവികമായിട്ടും പോലീസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും ഈ കുട്ടിയോട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാനാണ് പറയുന്നത്. മരിച്ചതിൻ്റെ 2ാമത്തെ ദിവസമാണ് പോലീസ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. വീട്ടിൽ വന്ന് സ്റ്റേറ്റ്മെൻ്റ് അല്ല എടുത്തത്. 3ാമത്തെ ദിവസം വീണ്ടും ഈ കുട്ടിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു. DYSP ഓഫീസിൽ പോകുന്നു. ഉച്ചവരെ
ചോദ്യം ചെയ്യുന്നു. ഉച്ചയ്ക്ക് ശേഷം ചോദ്യം ചെയ്യലിൻ്റെ സ്റ്റൈല് മാറുകയാണ്. ഇത് ആ പത്രസമ്മേളനത്തിൽ ആ ഫാമിലി മിനിയെന്നോ നാലാന്നോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ സ്റ്റൈല് മാറുന്നു. നീയും ഈ കൊന്ന ഷാനും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്ന് പോലീസ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ആ തരത്തിലാണ് ഈ കുട്ടിയോട് ചോദിക്കുന്നത്.